ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയുടെ ഖബറടക്ക ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ തെഹ്റാനിൽ ആരംഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി ഇറാന്റെ രാഷ്ട്രീയ ആത്മീയ അധികാരങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്ന അലി ഖാംനെയുടെ വിയോഗം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു വഴിത്തിരിവാണ്. ഇന്ത്യ അടക്കമുള്ള ആഗോള രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുങ്ങുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊന്നാണ്. സുരക്ഷാ കാരണങ്ങളാൽ അലി ഖാംനെയുടെ മകനും അടുത്ത പിൻഗാമിയാകാൻ സാധ്യതയുണ്ടെന്ന് കൽപ്പിക്കപ്പെടുന്നതുമായ മുജ്തബ ഖാംനെ ഈ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുമോ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇറാന്റെ ആത്മീയ തലവന്റെ ഖബറടക്ക ചടങ്ങുകൾക്കായി തലസ്ഥാനമായ തെഹ്റാൻ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തിന് സാക്ഷ്യം വഹിക്കാനിരിക്കുന്ന ചടങ്ങിൽ കനത്ത സുരക്ഷയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഒരുക്കിയിരിക്കുന്നത്. തെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മസ്ജിദിലും ഖാംനെയുടെ മക്ബറയ്ക്കു സമീപം ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് തടിച്ചുകൂടുന്നത്. രാജ്യത്ത് കനത്ത സുരക്ഷയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യോമ അതിർത്തികളിൽ വ്യോമസേന അതീവ ജാഗ്രത പുലർത്തുന്നു. ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു അധികാര കൈമാറ്റ പ്രക്രിയ കൂടിയാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത്. അതിനാൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു ചെറിയ വീഴ്ച പോലും ഒഴിവാക്കാനാണ് സൈന്യത്തിന്റെ ശ്രമം. ഈ ചടങ്ങിൽ ലോകം ഏറ്റവും കൂടുതൽ തിരയുന്നത് ഒരു മുഖമായിരിക്കും. അത് ആയത്തുള്ള അലി ഖാംനെയുടെ രണ്ടാമത്തെ മകനായ മുജ്തബ ഖാംനെയുടേതാണ്. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവായി മുജ്തബ ഖാംനെ ചുമതലയേൽക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. എന്നാൽ അദ്ദേഹം ചടങ്ങുകൾ പരസ്യമായി പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കടുത്ത നിഗൂഢത തുടരുകയാണ്. പ്രധാനമായും സുരക്ഷാ കാരണങ്ങൾ തന്നെയാണ്. ഇസ്രായേലുമായുള്ള കടുത്ത പ്രാദേശിക സംഘർഷങ്ങളും രാജ്യത്തിനകത്തെ രഹസ്യ ഏജൻസികളുടെ സാന്നിധ്യവും ഇറാന്റെ സുരക്ഷാ ഏജൻസികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മുൻപ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതും ഇറാൻ സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും ഇറാന്റെ സുരക്ഷാ വലയത്തിന് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അടുത്ത ഭരണാധികാരിയാകാൻ സാധ്യതയുള്ള മുജ്തബ ഖാംനെയെ ഒരു പൊതുവേദിയിൽ ഒരേ സമയം കൊണ്ടുവരുന്നത് കടുത്ത സുരക്ഷാ ബാധ്യതയായി മാറും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചടങ്ങുകൾ നേരിട്ട് പങ്കെടുക്കാതെ മാറി നിൽക്കാനോ അല്ലെങ്കിൽ കനത്ത രഹസ്യ സുരക്ഷാ കോട്ടയ്ക്കുള്ളിൽ മാത്രം പ്രത്യക്ഷപ്പെടാനോ ആണ് സാധ്യതയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. അലി ഖാംനെയുടെ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് എത്തിച്ചേരുന്നത്. റഷ്യ, ചൈന, ഇറാഖ്, സിറിയ തുടങ്ങിയ സഖ്യരാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധികളും സംഘത്തിൽ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുമെന്നതാണ്. ഇന്ത്യയും ഈ ചടങ്ങിൽ സജീവ സാന്നിധ്യമായിരിക്കും. നയതന്ത്രപരമായി ഇന്ത്യക്ക് ഇറാനുമായുള്ള ബന്ധം വളരെ സുപ്രധാനമാണ്. പ്രത്യേകിച്ചും തുറമുഖ വികസനവും പശ്ചിമേഷ്യയിലെ ഇന്ത്യയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളും മുൻനിർത്തി ഉന്നതതല പ്രതിനിധി സംഘത്തെ തന്നെയാകും ഇന്ത്യ തെഹ്റാനിലേക്ക് അയക്കുക. ഖാംനെയുടെ വിയോഗത്തിൽ ഇന്ത്യ ഇതിനകം തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നേതൃത്വം അധികാരത്തിൽ വരുമ്പോഴും ഇന്ത്യയുമായുള്ള നയതന്ത്രമായ ബന്ധങ്ങളിൽ മാറ്റമുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ കൂടിയാകും ഇന്ത്യൻ പ്രതിനിധികളുടെ ഈ സന്ദർശനം. മുജ്തബ ഖാംനെയെ കൂടാതെ മറ്റ് പ്രമുഖ മതപണ്ഡിതരുടെ പേരുകളും ചർച്ചയിലുണ്ട്. ആരായിരിക്കും ഈ കസേരയിലേക്ക് വരിക എന്നത് പശ്ചിമേഷ്യയുടെ മൊത്തം ഭാവിയെ സ്വാധീനിക്കും. വിപ്ലവാനന്തര ഇറാന്റെ ചരിത്രത്തെ 3 പതിറ്റാണ്ടിലേറെ നിയന്ത്രിച്ച ഒരു നേതാവാണ് വിടവാങ്ങുന്നത്. കനത്ത സുരക്ഷാ ഭീഷണികൾക്കിടയിൽ മകൻ മുജ്തബ ഖാംനെയുടെ സാന്നിധ്യം എങ്ങനെയായിരിക്കും എന്നതും വരും ദിവസങ്ങളിൽ ഇറാന്റെ രാഷ്ട്രീയ നയങ്ങൾ എങ്ങനെ മാറുമെന്നതും ലോകം ഉറ്റുനോക്കുകയാണ്.